ഞാനിപ്പോഴുള്ളത് കുടകിലുള്ള വിരാജപേട്ടയിലെ കുടകിലുള്ള സച്ചിദാനന്ദ ആശ്രമത്തിൻ്റെ കോട്ടേജിൻ്റെ മുമ്പിലാണുള്ളത്. ഇവിടെ ഇതുപോലുള്ള കോട്ടേജുകൾ, ഒരുപാട് കോട്ടേജുകളുണ്ട് ഇവിടെ. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ശബ്ദങ്ങൾ കേൾക്കാം, കിളികൾ ചിലയ്ക്കുന്നത്, ചീവീടുകളുടെ ശബ്ദമൊക്കെ കേൾക്കാം. നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണിത്. ഇത് നമ്മുടെ ഈ വഴിയിലൂടെയാണ് നമ്മൾ ആശ്രമത്തിലോട്ട് പോകുന്നത്. ഇതെല്ലാം ആശ്രമത്തിൻ്റെ സ്ഥലങ്ങളാണ്. വലിയ വലിയ മരങ്ങളും നല്ല തണുപ്പുള്ള സമയമാണ്. ഇപ്പോൾ ചെറിയ നേരത്തെ മഴ പെയ്യുന്നുണ്ട്, നല്ല തണുപ്പുള്ള. രാവിലെ നല്ല മഞ്ഞുണ്ടായിരുന്നു. രാവിലെ ഞാനൊരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതാണ്, അപ്പോൾ നല്ല മഞ്ഞായിരുന്നു, അതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല തണുപ്പൊക്കെ ഉണ്ട്. പിന്നെ ഡിസംബർ ജനുവരി മാസമൊക്കെ ആണെങ്കിൽ നല്ല തണുപ്പുള്ളവർക്കാണെങ്കിൽ ഇവിടെ വളരെ ഇഷ്ടപ്പെടും. ഇപ്പോഴും നല്ല തണുപ്പുണ്ട്, സ്വെറ്ററൊക്കെ ആയിട്ട് ഇടേണ്ടി വരും. ഇതാണ് ആശ്രമത്തിലേക്ക് പോകുന്ന റോഡാണ്, വഴിയാണിത്. ഇത് മെഡിറ്റേഷൻ നടക്കുന്ന സ്ഥലമാണ്, മെഡിറ്റേഷൻ്റെ ഒരു ഏരിയയാണിത്. ഇത് ആശ്രമത്തിൻ്റെ ഏരിയയാണ്. ഒരുപാട് ചെടികളൊക്കെ ഉണ്ട്. നല്ല വൈബാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. മെഡിറ്റേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രസമായിട്ട് നമുക്കിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഒരു സ്ട്രെസ് റിലീഫാണെങ്കിൽ അങ്ങനെയുള്ളവർക്കും ഇവിടെ ഒത്തിരി നല്ല ഒരിടമാണിത്. ഞാൻ ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട്. ഞാൻ മെഡിറ്റേഷനൊക്കെ ആയിട്ട് ഇവിടെ ധ്യാനിക്കാനും ഒക്കെ ആയിട്ട് ഞാൻ വരാറുണ്ട്. എനിക്കൊരുപാട് ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ടാണ് നിങ്ങളെ എല്ലാവരെയും ഈ സ്ഥലം കാണിക്കാമെന്ന് വെച്ചത്. ഇതിലേ ഇറങ്ങി പോവുകയാണെങ്കിൽ പിന്നെ മെയിൻ റോഡാണ്. ഇവിടെ തന്നെ നമുക്ക് ബസ് ഇറങ്ങുകയൊക്കെ ചെയ്യാം. അങ്ങനെ താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്ന് മെഡിറ്റേഷൻ ഇരിക്കാനോ അല്ലെങ്കിൽ വെറുതെ കൂട്ടുകാരുമായിട്ടൊന്ന് ചുറ്റിക്കറങ്ങി 1-2 ദിവസം താമസിക്കാൻ. ഇവിടെ കോട്ടേജുകളിലൊക്കെ വളരെ ചെറിയ പൈസയേ ഉള്ളൂ. പിന്നെ ഭക്ഷണമൊക്കെ കുക്ക് ചെയ്യാനാണെങ്കിലും സ്വന്തമായിട്ട് കുക്ക് ചെയ്യേണ്ടവർക്ക് അങ്ങനെ കുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഭക്ഷണം വേണ്ടവർക്കാണെങ്കിൽ ഇവിടുന്ന് കുക്ക് ചെയ്ത് കൊടുക്കും. അങ്ങനെ വലിയ എമൗണ്ടൊന്നുമില്ലാതെ വളരെ ലളിതമായ രീതിയിൽ ജീവിക്കുകയും വളരെ ലളിതമായ രീതിയിൽ ഭക്ഷണം കഴിക്കുകയും എൻജോയ് ചെയ്യുകയും ചെയ്യാവുന്ന ഒരു സ്ഥലമാണിത്. ഓക്കേ.